കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്നു മുതൽ ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങും. ആൻജിയോപ്ലാസ്റ്റി നടത്താനുള്ള ഉപകരണങ്ങൾ ഇല്ലെന്ന് കാർഡിയോളജി വിഭാഗം. കോടികളുടെ കുടിശ്ശികയുള്ളതോടെ വിതരണക്കാർ ഉപകരണങ്ങളുടെ വിതരണം നിർത്തി. വിതരണക്കാർക്ക് നൽകാനുള്ളത് 200 കോടിയിലേറെ രൂപയാണ്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത്, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പോകുന്നത് അത്ര പോസിറ്റീവായിട്ടുള്ളൊരു വാർത്തയല്ല. പ്രത്യേകിച്ച് ഹൃദ്രോഗികളെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇന്നു മുതൽ ഹൃദ്രോഗ ശസ്ത്രക്രിയകൾ മുടങ്ങും എന്നാണോ മനസ്സിലാക്കുന്നത്? ഉപകരണങ്ങളില്ലാത്ത അവസ്ഥയാണോ അവിടെയും? ഹാരിസ് ഡോക്ടർ തിരുവനന്തപുരത്ത് പറഞ്ഞത് കോഴിക്കോട്ട് വേറൊരർത്ഥത്തിൽ യാഥാർത്ഥ്യമാവുന്നു എന്നാണോ മനസ്സിലാവുന്നത്? അങ്ങനെയാണെങ്കിൽ ഇത് ഗുരുതരമായ വിഷയമാണ്. എന്താണ് അടിയന്തരമായി ചെയ്യാൻ കഴിയുക, അഭിജിത്ത്? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. അതാണ് നിലവിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സാഹചര്യം. അത്യാഹിത വിഭാഗത്തിലേക്ക് എത്തുന്ന അടിയന്തര ആൻജിയോപ്ലാസ്റ്റി വേണ്ടവർക്കാണ് ഇന്നു മുതൽ ഈ ശസ്ത്രക്രിയകൾ മുടങ്ങുമെന്നുള്ള കാര്യം ഇപ്പോൾ മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അത് അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള പ്രശ്നമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ വിതരണക്കാർക്ക് പണം നൽകാത്ത ഒരു പ്രശ്നമുണ്ട്. അത് അവർ പലതവണ ആരോഗ്യമന്ത്രിയുടെ മുൻപിലേക്ക് അടക്കം ഉന്നയിച്ചതാണ്. മൊത്തം ഈ വിതരണക്കാർക്ക് ഏതാണ്ട് 200 കോടിയുടെ അടുത്ത് രൂപ നൽകാനുണ്ട്. അത് കുടിശ്ശികയായി ഇങ്ങനെ നിൽക്കുകയാണ്. അതിൽ തന്നെ ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ നൽകുന്നവർക്ക് 34 കോടിയിലേറെ രൂപ നൽകാനുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇവർ ഈ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിവെച്ചിരുന്നു. അതാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചത്. കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയ രോഗികൾക്ക് മെഡിക്കൽ കോളേജ് അധികൃതർ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയതാണ്. ഈ അടിയന്തര ആൻജിയോപ്ലാസ്റ്റികളൊക്കെ നാളെ മുതൽ മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ അക്കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം, അല്ലെങ്കിൽ മറ്റ് ബദൽ മാർഗങ്ങൾ തേടുക എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് മെഡിക്കൽ കോളേജ് അഭിജിത്ത്. ഇപ്പോൾ കുടിശ്ശിക കിട്ടാനുള്ള വിതരണക്കാരൻ നിതീഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിതീഷ്, ഗുഡ് മോർണിംഗ്. എത്ര രൂപ കുടിശ്ശിക കിട്ടാനുണ്ട് നിതീഷ്? ഇന്നു മുതൽ കാര്യം കുഴപ്പത്തിലാവുമോ മെഡിക്കൽ കോളേജിൽ? നമുക്ക് കേരളത്തിലെ എല്ലാ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലും ഈ പറയുന്ന ഡിസ്ട്രിക്ട് ഹെൽത്ത് ഹോസ്പിറ്റൽ എല്ലാം കൂടെ 160 കോടിയോളം നമുക്ക് പെൻഡിങ് ഉണ്ട്. അത് ഓൾമോസ്റ്റ് ഏകദേശം 18 മാസത്തോളം എമൗണ്ട് ആണ് ഈ പെൻഡിങ് ആയി കിടക്കുന്നത്. അത് 18 മാസമായിട്ട് നിങ്ങൾക്ക് വിതരണം ചെയ്ത ഈ സ്റ്റഡ് അടക്കമാണോ നിങ്ങൾ വിതരണം ചെയ്യുന്നത്? ബലൂണും ഗൈഡിങ് കത്തീറ്റേഴ്സും പേസ് മേക്കറും എല്ലാം ഉൾപ്പെടും. എൻജിയോപ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്ന എല്ലാ ഹാർഡ്വെയർസും സപ്ലൈ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. ഇതിന് 18 മാസമായിട്ട് ഒരു പൈസ പോലും കിട്ടിയിട്ടില്ലേ? നമ്മൾ KBF RSI സ്കീമിലാണ്. നമുക്കിതുപോലെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് ക്യാഷ് പേയ്മെന്റ് അടക്കം ഏകദേശം 8 മാസം. കാരണം പേഷ്യൻസ് ക്യാഷ് അടച്ച് ചെയ്യുന്ന പൈസ പോലും 8 മാസമായിട്ട് പെൻഡിങ് ആണ്. ക്യാഷ് അടച്ച് ചെയ്തത് 8 മാസമായിട്ട് പെൻഡിങ്, അല്ലാത്തുള്ളത് 18 മാസമായിട്ട് പെൻഡിങ്. മൊത്തം ഒരു 160 കോടിയോളം വരും അല്ലേ? ഇപ്പം എന്താണ് നിതീഷ്, അപ്പം ഇനിയിപ്പം ഇന്ന് ശസ്ത്രക്രിയ അവിടെ നടക്കാനുള്ള സാധ്യത ഇല്ലെന്നറിയുന്നു. കഴിഞ്ഞ മാസം ഈ മാസം ഓഗസ്റ്റ് തുടക്കത്തിൽ നമ്മൾ ഹെൽത്ത് കെയർ മിനിസ്റ്ററെ ബന്ധപ്പെട്ടിരുന്നു. ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് പേയ്മെന്റ് ഓഗസ്റ്റ് അവസാനത്തെ പേയ്മെന്റ് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇതുവരെ അതിന് പോസിറ്റീവ് അറിയിപ്പൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഇനി അടുത്ത സെപ്റ്റംബർ 1 തീയതി മുതൽ നമ്മൾ സ്റ്റോക്ക് റീപ്ലേസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇനി അങ്ങോട്ട് ശസ്ത്രക്രിയകൾ മുടങ്ങും. ആൻജിയോപ്ലാസ്റ്റിക്കുള്ള ശസ്ത്രക്രിയകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാത്രമേ വിതരണം നിർത്തുമോ, അതോ കേരളം എല്ലായിടത്തും നിർത്തുമോ? എല്ലാ സ്ഥലത്തും റീപ്ലേസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളെടുത്തും സ്റ്റോക്കുകൾ കുറവാണ്, അതുകൊണ്ട് റീപ്ലേസിങ് കുറച്ചിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഓൾമോസ്റ്റ് നമ്മൾ ഗൈഡ് വയർസും ബലൂൺസും ഒക്കെ സ്റ്റോപ്പ് ആയതുകൊണ്ടാണ് കേസുകളുടെ എണ്ണം ചുരുക്കി ഇപ്പം പ്രൈമറി ചെയ്യുന്നില്ല എന്നൊരു അറിയിപ്പ് വന്നത്. അപ്പോൾ പ്രൈമറി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നിങ്ങൾ കൊടുക്കാതെ അവർക്ക് ചെയ്യാൻ കഴിയില്ല. നിങ്ങളാണെങ്കിൽ കുറച്ചെങ്കിലും പൈസ കിട്ടാതെ കൊടുക്കാനും കഴിയാത്ത അവസ്ഥയാണ് അല്ലേ? ഈ സാധാരണഗതിയിൽ നമുക്ക് ഏകദേശം 60 കോടി 70 കോടിയാണ് ഔട്ട്സ്റ്റാൻഡിങ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. അത് ചരിത്രത്തിലില്ലാതെ 160 കോടി എന്നൊരു ഹ്യൂജ് ഫിഗറിലേക്ക് എത്തിയത് കൊണ്ട് നമുക്ക് 2025 മാർച്ച് 31 വരെയുള്ള പേയ്മെന്റ് കിട്ടിയാൽ മാത്രമേ ഇനി നമ്മൾ സപ്ലൈ റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇന്നലെ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചത്. അങ്ങനെയാണെങ്കിൽ എത്ര കോടി കിട്ടിയാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? 2023-25 വരെയോ? മാർച്ച് വരെ, 2025 മാർച്ച് വരെയുള്ളതെങ്കിലും കിട്ടണം അല്ലേ? ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ കുടിശ്ശിക കുഴപ്പമില്ല. 90 ദിവസമാണ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു ക്രെഡിറ്റ് നമ്മൾ അഗ്രി ചെയ്തത്. 3 മാസം ക്രെഡിറ്റ് ആണ്. ഓക്കെ, ഇപ്പൊ എത്ര കിട്ടിയാൽ ഏകദേശം തുകയായിട്ട് എത്ര കിട്ടിയാൽ നമുക്കത് വിതരണം ചെയ്ത് തുടങ്ങാൻ പറ്റും? പുനരാരംഭിക്കാൻ 100 കോടിയെങ്കിലും കിട്ടിയാൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ. കാരണം ഗവൺമെന്റ് നമ്മളെ കമ്പനികൾ ഒരിക്കലും നമുക്ക് ക്രെഡിറ്റ് തരുന്നില്ല. മനസ്സിലായി. നമുക്ക് മാർജിനുകൾ ബുദ്ധിമുട്ടായിരിക്കും. കാര്യം 3 മാസം ക്രെഡിറ്റ് ഒരു 4 മാസം വരെയൊക്കെ അവർ നോക്കും, ചിലപ്പോൾ ഒരു 5 മാസം വരെ നോക്കും. ഇത് പക്ഷേ 8 മാസവും 18 മാസം വരെ ഉള്ളത് ഉണ്ടെന്ന് പറയുന്നു അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതൊരു വലിയ ഗുരുതരമായ വീഴ്ചയാണല്ലോ നിതീഷ്. അപ്പം ഇപ്പോൾ സർക്കാരുമായിട്ട് എന്താണ് നമ്മളോട് കിട്ടിയിരിക്കുന്ന ഒരു പ്രതികരണം? ഉടൻ തരാമെന്ന് വല്ലതും ഉറപ്പ് വല്ലതും കിട്ടിയോ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ?
ഏറ്റവും ഒടുവിൽ നമുക്ക് ഇന്ന് വരെ കിട്ടുന്ന ഉറപ്പ് കിട്ടിയിട്ടില്ല. നമുക്ക് മിനിസ്റ്ററുമായിട്ടൊന്ന് ബന്ധപ്പെടാം. തീർച്ചയായിട്ടും അത് ഇന്നു മുതൽ, അപ്പോൾ താങ്കൾ മനസ്സിലാക്കുന്നത് ഇന്നു മുതൽ പ്രൈമറി നടക്കില്ലെന്ന് പറഞ്ഞാൽ ആൻജിയോപ്ലാസ്റ്റിക് ആയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സർജറി നടക്കാൻ സാധ്യതയില്ല എന്നാണ് അല്ലേ? കാഷ്വാലിറ്റിയിൽ വരുന്ന രോഗികൾ ഇനീഷ്യലി അവർ പ്രൈമറി എന്ന് പറയുന്നത് അർജന്റ് ആയിട്ട് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് പ്രൈമറി ചെയ്യുന്ന കേസുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെയ്യില്ല എന്നാണ് ഇന്നലെ ഒരു പ്രസ് റിലീസ് കണ്ടത്. അത് ഇപ്പോഴും എലക്റ്റീവ് കേസുകൾ 1-2 പോസ്റ്റ് ഇന്നും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഈ പറയുന്ന ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് ഒരു ഹാർട്ട് ബ്ലോക്ക് വന്നിട്ട് പ്രൈമറിയിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, മനസ്സിലായി നിതീഷിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. നമുക്കിത് സർക്കാരിൽ ഒരിക്കൽ കൂടി ഒന്ന് അവതരിപ്പിക്കാം, നമുക്ക് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്താം. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രൈമറി പോലും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. കാഷ്വാലിറ്റിയിൽ അടിയന്തരമായിട്ട് ഹൃദയസ്തംഭനവുമായിട്ട് ഒരാളെ പ്രവേശിപ്പിച്ചാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്നിപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ശസ്ത്രക്രിയ നടക്കൂല, നിർത്തിവെച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണമാണ് നിതീഷ് പറഞ്ഞത്. 8 മുതൽ 18 മാസം വരെ കുടിശ്ശികയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 3 മാസം വരെയാണ് സാധാരണ ക്രെഡിറ്റ് അനുവദിക്കുക. താങ്ക് യു നിതീഷ്. നിതീഷിൻ്റെ അവസ്ഥ നമുക്ക് നിതീഷിനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. എങ്ങനെ പറയാൻ പറ്റും? പുള്ളി ഒരു സപ്ലയറാണ്, പുള്ളിക്ക് കമ്പനി കൊടുക്കുന്നില്ല. 8 മാസത്തെ കുടിശ്ശിക എന്നൊക്കെ പറഞ്ഞ് 120 കോടി രൂപയെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം കുടിശ്ശികയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ആരോഗ്യവകുപ്പ് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം. ഇല്ലെങ്കിൽ കോഴിക്കോട്ട് ഉള്ളവർ ആൻജിയോപ്ലാസ്റ്റിക്ക് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോകാൻ പറ്റാത്ത സാഹചര്യമാണിപ്പോൾ. അഭിജിത്ത്, കാഷ്വാലിറ്റിയിൽ ഹൃദയസ്തംഭനവുമായിട്ട് വരുന്നാൽ കുഴപ്പമാണ്. ഹൃദയസ്തംഭനവുമായിട്ട് വരുന്നവർ പ്രത്യേകം സൂക്ഷിക്കുക. ഇന്നു മുതൽ ഹൃദയസ്തംഭനവുമായിട്ട് എത്തുന്നവർക്ക് ആൻജിയോപ്ലാസ്റ്റി ശസ്ത്രക്രിയ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കൂല അല്ലേ? അതെ അരുൺകുമാർ, അങ്ങനെ ഒരു മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം തന്നെ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായതാണ്. അതിനാൽ തന്നെ മറ്റ് ബദൽ മാർഗങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വീകരിക്കുക എന്നുള്ളതാണ് അധികൃതർ നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശം. ഇതിലിപ്പോൾ പ്രധാനമായും നിതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രശ്നം പലതവണ ആരോഗ്യ വകുപ്പിന്റെ മുന്നിലേക്കൊക്കെ വെച്ചതാണ്. ഇതിലിപ്പോൾ മെഡിക്കൽ കോളേജ് അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്ന ഒരു കാര്യം അരുൺകുമാർ, അവർക്കും ഇതിൻ്റെതായ പരിമിതികളുണ്ട്. അവർക്ക് ഈ പണം മരുന്ന് വിതരണക്കാർക്ക് നൽകണമെങ്കിൽ സർക്കാരിൽ നിന്ന് അവർക്ക് പണം ലഭിക്കേണ്ടതുണ്ട്. വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി അവർക്ക് പണം മെഡിക്കൽ കോളേജുകളിലേക്ക് എത്താനുള്ള പണമുണ്ട്. ആ പണം ലഭിച്ചാൽ മാത്രമേ ഇവർക്ക് മെഡിക്കൽ കോളേജുകാർക്ക് ഈ മരുന്ന് വിതരണക്കാർക്ക് നൽകാൻ കഴിയുള്ളൂ. ഈ മരുന്ന് വിതരണക്കാരുടെ ദുരിതം നമ്മളിപ്പോൾ കേട്ടല്ലോ. അവർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. 3 മാസത്തേക്കാണ് ഇവരുടെ എഗ്രിമെന്റ് വെച്ചിട്ടുള്ളത്. 90 ദിവസത്തേക്കുള്ള എഗ്രിമെന്റ് ആണ്. അതിനിടയിൽ പണം തന്നു തീർക്കാം എന്നുള്ളതായിരുന്നു വ്യവസ്ഥ. പക്ഷേ അത് പലപ്പോഴും പാലിക്കപ്പെടാറില്ല. ഇതാ ഇപ്പോൾ 8 മാസവും 18 മാസമൊക്കെ ഈ പണം ഇങ്ങനെ കുടിശ്ശികയായി കിടക്കുകയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ഇതേപോലെയുള്ള ഒരു സാഹചര്യം നമുക്ക് ഓർമ്മയുണ്ടാകും അരുൺകുമാർ. അന്ന് മരുന്ന് വിതരണമാണ് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയത്. അന്ന് മാധ്യമങ്ങൾ ആ വാർത്തയൊക്കെ ഏറ്റെടുക്കുകയും പിന്നീട് ഒരു സമവായത്തിലേക്ക് എത്തുകയും അന്നാണ് ഈ 3 മാസത്തിനുള്ളിൽ പണം നൽകുക എന്നുള്ളൊരു വ്യവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയത്. പക്ഷേ വീണ്ടും ഈ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തുകയാണ്. ഇന്നിപ്പോൾ മെഡിക്കൽ കോളേജിൽ എത്തുന്ന ഈ ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട അടിയന്തര ആൻജിയോപ്ലാസ്റ്റി ഒക്കെ വേണ്ടവർ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ കേന്ദ്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി. വയനാട്ടിൽ നിന്നും മലപ്പുറത്തു നിന്നും ഒന്നുമൊക്കെ ആൾക്കാർ എത്തുന്നതാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഇടപെടൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. അരുൺകുമാർ, താങ്ക് യു. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഹൃദയസ്തംഭനവുമായിട്ട് വന്നാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്ന് പോയാൽ ചികിത്സ നടക്കൂല എന്നുള്ളതാണ്. ചികിത്സ നടക്കും, പക്ഷേ ശസ്ത്രക്രിയ നടക്കൂല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പ്രൈമറി ശസ്ത്രക്രിയകളടക്കം ഇപ്പോൾ നിർത്തിവെക്കാൻ തീരുമാനമായിരിക്കുന്നുവെന്നറിയുന്നു. വിതരണക്കാരൻ നേരിട്ട് നമ്മളോട് സംസാരിച്ചതാണ്. 1-2 120 കോടി രൂപയുടെ കുടിശ്ശികയാണ് ഉള്ളത്. ഇതൊക്കെ കൊടുത്ത് തീർക്കണ്ടേ സാർ? കേരളത്തിലെ മിക്ക മെഡിക്കൽ കോളേജുകളിലും കുടിശ്ശികയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മൊത്തം 120 കോടി, 100 കോടിയെങ്കിലും കിട്ടാതെ കൊടുക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. 8 മാസവും 18 മാസവും ഒക്കെ കുടിശ്ശികയായാൽ പിന്നെ എങ്ങനെ ചെയ്യാൻ പറ്റും? കടം പറയുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ എന്നുള്ളതാണ് ചോദ്യം. ഗൗരവമേറിയ വിഷയമാണ്. ആരോഗ്യവകുപ്പ് ഇടപെടുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ.